സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഡ്വക്കേറ്റ് ആരതി വർമ്മ വരുണിനും രാധികയ്ക്കും വേണ്ടി കോടതിയിൽ ഹാജരാകുവാണ്ടോ. രാധിക വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ തന്നെ വരുണിനും രാധികയ്ക്കും വേണ്ടി നടത്തുവാണ്. ആദ്യമായി വരുണിൻ്റെ രാധികയുടെ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള CI അജിത്തിനെ തന്നെ തനിക്ക് ചോദ്യം ചെയ്യണമെന്ന് പറയുവാണ്. അങ്ങനെ അജിത്തിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരതി ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയങ്കയുടേത് ഒരു കൊലപാതകമാണോ? അതേന്ന് അയാൾ ഉറച്ചു പറയുവാണ്. അന്നേരം ആരതി ചോദിക്കണേ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആ സമയം അജിത്ത് അവിടെ നിന്നൊന്ന് പരിങ്ങുന്നുണ്ട്. എന്നാലും താനും ചന്ദ്രശേഖരനും കൂടി പ്ലാൻ ചെയ്തതുപോലെ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ കോടതിയുടെ മുമ്പിൽ പറയുവാണ്. അത് കേൾക്കുന്നതും ആരതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയിൽ വരുണും രാധികയും സൂര്യയും കൂടാതെ ചന്ദ്രശേഖരനും ഉണ്ടല്ലോ, അയാളും ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അവരുടെ ഒപ്പം ഉണ്ടായതല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരനെ കൂട്ടുപ്രതിയായിട്ട് FIR ചേർക്കാത്തത്? എന്താണ് ചന്ദ്രശേഖരന് മാത്രം ഒരു പ്രത്യേകത? ആരതിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവിടെ നിന്ന് വേർക്കുവാണ് അജിത്ത്. അത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുവാണ് ചന്ദ്രശേഖരനും. ഈ സമയം ആരതിയുടെ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടി വരുണും രാധികയും ശ്യാമയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആരതിയാകട്ടെ വീണ്ടും അജിത്തിന് ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ പല ക്വസ്റ്റ്യനുകളും ചോദിക്കുവാണ്. അതിനൊന്നും പറയാൻ വ്യക്തമായ ഉത്തരവില്ലാതെ അവിടെ നിന്ന് പരിങ്ങുവാണ്ടോ SI. വരുണും രാധികയും നിരപരാധികളാണെന്നും പ്രിയങ്കയുടെ കൊലപാതകത്തിൽ അവർക്ക് യാതൊരു പങ്കില്ലെന്നും അവരെ മനഃപൂർവ്വം പ്രതികളാക്കാനായിട്ട് ചിലർ കെട്ടിച്ചമച്ച തെളിവുകളും മറ്റുമാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതിന് പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള ചില തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഞാൻ ഹാജരാക്കാം എന്നും പറഞ്ഞ് ആരതി ശേഖരിച്ച മറ്റു ചില തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുവാണ്. അങ്ങനെ അതെല്ലാം കാണുന്നതോടെ വരുണിനെയും രാധികയും മനഃപൂർവ്വം പ്രതിയാക്കാനായിട്ട് ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം എന്ന് കോടതിക്ക് ബോധ്യപ്പെടുവാണ്. തുടർന്ന് ആരതി സുകുമാരി അമ്മയും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ സുകുമാരി അമ്മയെ ചോദ്യം ചെയ്യുന്നതിലൂടെ വരുൺ രാധികയുടെ കഴുത്തിൽ തന്നെയാണ് താലി കെട്ടിയതെന്ന് ആരതി സ്ഥാപിച്ചെടുക്കുവാണ് കേട്ടോ. അത് സത്യമല്ലെന്നും പ്രിയങ്കയുടെ കഴുത്തിലാണ് വരുൺ താലി കെട്ടിയതെന്നും സുകുമാരിയമ്മ വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ചീറ്റിപ്പോകുവാണ്. ആരതി സുകുമാരിയമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളെയും പൊളിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ വരുൺ താലി കെട്ടിയതും വരുണിൻ്റെ ഭാര്യയായതും ഒക്കെ രാധികയാണ്. എന്നാൽ ആ സ്ഥാനം തട്ടിയെടുക്കാൻ പ്രിയങ്ക ശ്രമിച്ചു. അനിയത്തിക്ക് വേണ്ടി തൻ്റെ ജീവിതം പോലും വിട്ടുകളഞ്ഞോളാം രാധിക. അങ്ങനെയുള്ള രാധികയ്ക്ക് ഒരു കാരണവശാലും താൻ അത്രയധികം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നു കളയാനായിട്ട് പറ്റില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും ഈ കുട്ടിക്കാവില്ല. കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഹാജരാക്കിയ തെളിവുകളെല്ലാം പരിശോധിച്ച് എൻ്റെ പ്രതികൾ നിരപരാധികളാണെന്നും അവരെ നിരുപാധികം വിട്ടേക്കണമെന്നും ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങനെ ആരതിയുടെ വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷം കോടതിക്കും സത്യം ബോധ്യപ്പെടുവാണ്. അങ്ങനെ കോടതി വിധി പ്രസ്താവിക്കുവാണ്. വരുണും രാധികയും നിരപരാധിയാണെന്ന് തെളിവുകളുടെ സാന്നിധ്യത്തിൽ കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല പ്രിയങ്കയുടെ കൊലപാതകത്തിന് യഥാർത്ഥത്തിൽ കാരണം ആരാണെന്നും രാധികയും വരുണിനെയും പ്രതികളാക്കാൻ ശ്രമിച്ച് ഗൂഢാലോചന നടത്തിയവർ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും കണ്ടെത്താനായിട്ട് കോടതി പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിടുവാണ്. മാത്രമല്ല നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI അജിത്തിനെ ഈ അന്വേഷണത്തിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ വാർത്ത കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാകുകയാണ്. ഇത് കേട്ട് ആകെ പെട്ടല്ലോ എന്നുള്ള മട്ടിലിരിക്കുവാണ് ചന്ദ്രശേഖരനും അജിത്തും ഒക്കെ. അങ്ങനെ കോടതിയിൽ നിന്നും വരുണിൻ്റെ അധികം സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം അവരക്കാത്ത അവിടെ ഫിദ മേഡവും അമൃതയൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഫിദ മേഡത്തെ കാണുന്നതും രാധിക ഓടിച്ചെന്ന് മേഡത്തെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് പൊട്ടിക്കറിയുവാണ് കേട്ടോ. അന്നേരം രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് ശ്യാമ. ആ സമയം വരുൺ പറയണേ, സത്യം പറയാലോ മാഡം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീണ്ടും ജയിലിലേക്ക് തന്നെ പോയാനും. അങ്ങനെയൊന്നും പറയല്ലേ വരുൺ, നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ പുറത്തെടുക്കാനായിട്ട് ഏതറ്റം വരെ ഞാൻ പോകും. അവസാന വിജയം എന്ന സത്യത്തിന് മാത്രമേ ആയിരിക്കുള്ളൂ. ഈ സമയം സുകുമാരിയമ്മയും പുറത്തേക്ക് വരുവാണ് കേട്ടോ. സുകുമാരിയമ്മക്കാണെങ്കിൽ ഇതൊന്നും കൊണ്ട് സഹിക്കുന്നില്ല. അങ്ങനെ രാധികയുടെ അരികിൽ വന്ന് രാധികയെ ശപിച്ചുകൊണ്ട് ഓരോ വാക്കുകളൊക്കെ പറയുവാണ്. അന്നേരം ശ്യാമ സുകുമാരിയമ്മക്ക് നേരെ പൊട്ടിത്തെറിക്കുക, ദേ ഇനി എൻ്റെ മോളെക്കുറിച്ച് ഒരു വാക്കെങ്കിലും മോശമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ പ്രായമൊന്നും ഞാൻ ഓർക്കില്ല. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണോ നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം കാരണോ നിങ്ങൾക്ക് കൊച്ചുമോളെ ഇപ്പോൾ നഷ്ടപ്പെട്ടതും. ഇനി എൻ്റെ രാധിക മോളെ വേദനിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് വന്നാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. അങ്ങനെ ശ്യാമയുടെ അഭീഷണിയൊക്കെ കേട്ട് ഭയന്ന് പറിച്ച് സുകുമാരിയമ്മ അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയത്തായിരിക്കും കേട്ടോ ആരതി വക്കീലും അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ആരതിയോട് വരുണിൻ്റെ അധികം നന്ദിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആരതി പറയണേ, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ദേ ഈ നിൽക്കുന്ന ഫിദ മാഡം എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ?
മാത്രമല്ല നിങ്ങളുടെ കേസ് പഠിച്ചപ്പോഴാണ് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും. സത്യം നമ്മുടെ ഭാഗത്തായ കാരണം നമ്മൾ ജയിച്ചു. ഈ സമയം ശ്യാമയും ആരതിയോട് നന്ദി പറയുവാണ്. ആരതിയെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി മാഡം, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, നമുക്ക് കൂടുതൽ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ആരതി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക എന്തോ ആലോചിച്ച് ടെൻഷനോട് കൂടി നിൽക്കുക. അത് കാണുന്നത് ശ്യാമ ചോദിക്കണേ, എന്തു പറ്റി മോൾ എന്താ ടെൻഷനോടെ നിൽക്കുന്നത്? എല്ലാ സങ്കടങ്ങളും മാറിയില്ലേ? ആ സമയം രാധിക പറയണേ, അച്ഛനും അമ്മയൊക്കെ ഞാൻ ആ പ്രിയെ കൊന്നെന്ന് വിചാരിച്ചിരിക്കുവാണ്. അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അച്ഛനും അമ്മക്കൊക്കെ എന്നോടിപ്പോൾ വെറുപ്പായിരിക്കുമല്ലേ? അന്നേരം ശ്യാമ ചിരിച്ചുകൊണ്ട് രാധികയോട് പറയണേ, ആര് പറഞ്ഞു? മോളുടെ അച്ഛനും അമ്മയും കൂടി ഇന്ന് ഞങ്ങളെ കാണാൻ വന്നിരുന്നു. എന്ത് വില കൊടുത്തും മോളെ രക്ഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത്. ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും ഒപ്പം നിന്ന് ഞങ്ങളും ഞങ്ങളുടെ മോളെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ രാധിക മോൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. അങ്ങനെ തിരുമേനി പറഞ്ഞ ഈ വാക്കുകളൊക്കെ രാധികയോട് പറയുവാണ് കേട്ടോ ശ്യാമ. എന്നിട്ട് പറയണേ, മോള് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല്. മോള് വരുന്നത് കാത്ത് അവിടെ ഇരിപ്പുണ്ട് അച്ഛനും അമ്മയും. അവർക്ക് മോളോട് ഒരു ദേഷ്യവും പരിഭവവും ഒന്നുമില്ല. മോള് കുറ്റക്കാരിയാണെന്ന് അവർ വിശ്വസിക്കുന്നുമില്ല. ശ്യാമയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് രാധിക ഒത്തിരി സന്തോഷമാകുന്നത്. രാധിക വീണ്ടും ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് വരണ്ടിനൊപ്പം ആറ്റുവാശ്ശേരിയിലെത്തുന്ന രാധികയെയാണ് കാണിക്കുന്നത്. ഈ സമയം രാധികയെ കാണുന്നതും യശോദ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. എൻ്റെ പൊന്നു മോളെ എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ്. ആ കാഴ്ച കാണുമ്പോൾ വരണ്ടും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ. സന്തോഷം കണ്ട വരൻ്റെ കണ്ണുകൾ നിറയുവാണ്. അന്നേരം രാധികയും അമ്മയെന്ന് വിളിച്ച് മുറുകെ കെട്ടിപ്പിടിച്ച് തൻ്റെ മനസ്സിലുള്ള സങ്കടമെല്ലാം പറഞ്ഞ് കരയുവാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദേവൻ്റെ അരികിലേക്ക് വരുക. എന്നിട്ട് പറയണേ, അച്ഛാ പ്രിയങ്കയെ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. അന്നേരം ദേവൻ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയണേ, അച്ഛന് നിങ്ങളെ വിശ്വാസവും മോളെ, അച്ഛന് നിങ്ങളെ ഒരു സംശയവും. എൻ്റെ രാധിക മോൾ അത് ചെയ്യില്ല. ഈ സമയം ഇതൊക്കെ കാണുന്ന മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കുന്നില്ല കേട്ടോ. പിന്നീട് വരുൺ തിരികെ കണിമംഗലത്തേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ വരുണിനെ കാണുന്നതും പരമേശ്വരനും മുത്തശ്ശിക്കും പത്മിനിക്കും എല്ലാവരും സന്തോഷമാകണേ. പത്മിനിയും പരമേശ്വരനേക്ക് വരുണെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം വരുണിൻ്റെ സൂര്യയുടെ സംസാരത്തിൽ നിന്ന് ചന്ദ്രശേഖരന് വലിയ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുവാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചന്ദ്രശേഖരനാണെങ്കിൽ അവനിനി ഈ വീട്ടിൽ സ്ഥാനമില്ല, ബന്ധമൊന്നും ഞാൻ നോക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം പരമേശ്വരനും എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും സിയയും കൂടി ഒരു സ്ഥലത്തിരുന്ന് കള്ളൊക്കെ കുടിച്ച് സംസാരിക്കുന്നതാണ്. അന്നേരം പരമേശ്വരൻ പറയണേ, എന്നാലും ആ വക്കീൽ നമ്മൾ രണ്ടാളുടെയും ചീട്ടങ്ങ് കീറിക്കളഞ്ഞില്ലേ? നമ്മളത്ര കഷ്ടപ്പെട്ട് അവർക്കെതിരെ പ്ലാൻ ചെയ്തതാ, എല്ലാം നമ്മൾ പൊളിച്ചെടുക്കിയില്ലേ? കോടതിയിൽ നിന്ന് ഉരുകുമായിരുന്നു ഞാൻ എന്നൊക്കെ ആ സിഐ പറയുമായിരുന്നു. അന്നേരം ചന്ദ്രശേഖരനും പറഞ്ഞേ, ഇനി ഞാൻ എങ്ങനെ കണിമംഗലത്തേക്ക് കയറി ചെല്ലും? അവിടെയുള്ളവരിപ്പോൾ എന്നെ സംശയത്തോടു കൂടിയായിരിക്കും നോക്കുന്നത്. കൂടെ നിന്ന് ഞാൻ ചതിക്കുമായിരുന്നെന്ന് ആ വരുണിന് സൂര്യക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തു പറഞ്ഞ് കണിമംഗലത്ത് കയറി പിടിച്ചു നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്രശേഖരൻ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയോടും അമൃതയോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആരതിയാണ്. ആരതി അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ശ്യാമയോട് പറയണേ, അതെ ഇനി ഫിദ മേഡം വേണ്ട, ശ്യാമ മതി. ഇനിയും രാധികയിൽ നിന്ന് കാര്യങ്ങളൊന്നും മറച്ചു വെക്കണ്ട. മകളെ ജീവനോളം സ്നേഹിക്കുന്ന ഒരമ്മ കൂടേണ്ട കാര്യം രാധിക അറിയട്ടെ. അതുകൊണ്ട് ഇനി ഒളിച്ചുകളിയുടെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കാനായിട്ട് ശ്യാമയും തീരുമാനിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.